വൈകൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആരോമൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ കഴിയും. ടു നോ ഹൗ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് റിലേറ്റ് ടു പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടു സ്റ്റഡി ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ മൊഡ്യൂളിൽ അറിയാൻ കഴിയുന്നു. അപ്പം ഈ മൊഡ്യൂൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ് പാർട്ണർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും. രണ്ട് മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പിന്നെ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷൻ എന്താണ്, ആ സമയത്ത് ഏതൊക്കെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിസൊല്യൂഷൻ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പാർട്ണർഷിപ്പ് എന്ന് നോക്കാം. Partnership is the result of an agreement between two or more persons who voluntarily agree to pool their resources to do a lawful business and to share profit and loss therefrom in an agreed proportion. അപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ വോളണ്ടറിലി ജോയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ്. എന്തിനാണ് ഇവർ ഈ എഗ്രിമെൻറ്റ് ഏർപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ലോഫുള്ളായിട്ടുള്ള ബിസിനസ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്ന ഇങ്ങനൊരു പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത്. ദ പേഴ്സൺ ഹു എൻറ്റേഡ് ഇൻ ടു പാർട്ണർഷിപ്പ് ആർ ഇൻഡിവിജ്വലി നോൺ ആസ് പാർട്ട്നേഴ്സ് ആൻഡ് കളക്റ്റീവ്ലി ആസ് ഫേം. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ഇൻഡിവിജ്വലി അവരെ പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി, അതായത് എല്ലാ പാർട്ട്നേഴ്സിനെ കുറിച്ച് ചേർത്ത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഫേം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഓരോ പാർട്ട്ണറിനെ നമ്മൾ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി ഫേം എന്നും വിളിക്കുന്നു. ദ നെയിം വിച്ച് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ഈസ് കാൾഡ് ഫേം നെയിം. ആ ഫേം ഏത് പേരിലാണോ അറിയപ്പെടുന്നത്, ഏത് പേരിലാണോ ബിസിനസ് ക്യാരിഡ് ഓൺ ചെയ്യുന്നത്, ആ നെയിമിനെയാണ് നമ്മൾ ഫേം നെയിം എന്ന് വിളിക്കുന്നത്. ഇൻ ഇന്ത്യ, പാർട്ണർഷിപ്പ് കൺസേൺസ് ആർ ഗവേൺഡ് ബൈ ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932. ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ഫോളോ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അടുത്ത് നമ്മുടെ ഗവൺമെൻറ് പുതിയൊരു ഫോമിലുള്ള പാർട്ണർഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ LLP എന്ന് പറയും. അപ്പോൾ ഇതിനു വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുതിയൊരു ആക്ട് കൊണ്ടുവന്ന്, അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008. അപ്പോൾ പാർട്ണർഷിപ്പ് ആക്ട്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932ഉം LLP ആക്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008ഉം ആണ്. അപ്പോൾ നമുക്ക് പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പ്രകാരം പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രി ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. അപ്പം പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് എന്ത് ചെയ്യുന്നു, ഒരു വോളണ്ടറി ആയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു ലോഫുള്ളായിട്ടുള്ള ബിസിനസ് ചെയ്യാനും പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ബിസിനസ്സിലെ മെമ്പേഴ്സിനെ നമ്മൾ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി ഫേം എന്നും വിളിക്കുന്നു. ഇനി ആ ബിസിനസ്സിൻ്റെ പേരാണ് ഫേം നെയിം, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പേരാണ് ഫേം നെയിം. ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് കൺസേൺസ് ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932ഉം LLP ഫേംസ് ഗവേൺ ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008ഉം ആണ്. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഒന്നാമത്തെ ഫീച്ചറാണ് നമ്പർ ഓഫ് പേഴ്സൺ. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ് ഈസ് 2. ഒരു പാർട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം 2 പേര് വേണം. ദ മാക്സിമം ഈസ് 20 ഇൻ എ നോൺ ബാങ്കിങ് ഓർ ട്രേഡിംഗ് ഫേം ആൻഡ് 10 ഇൻ എ ബാങ്കിങ് ഫേം. അപ്പം നോൺ ബാങ്കിങ് ഫേം ആണെങ്കിൽ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 20ഉം, ബാങ്കിങ് ഫേം ആണെങ്കിൽ ബാങ്കിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10 പേരാണ്. ദ ലിമിറ്റ് റിഗാർഡിംഗ് മിനിമം ഈസ് ഫിക്സഡ് ബൈ ദി പാർട്ണർഷിപ്പ് ആക്ട് 1932. അപ്പം മിനിമം 2 പേര് വേണം എന്നുള്ള ആ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. ഹവർ ദ മാക്സിമം ലിമിറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി കമ്പനീസ് ആക്ട് 2013. മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതോ 2013
കമ്പനീസ് ആക്ട് പ്രകാരവുമാണ്. ബട്ട് ഇൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ് ടു ദി നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ കേസിൽ മാക്സിമം ലിമിറ്റ് ഇല്ല. മാക്സിമം എത്ര പാർട്ട്നേഴ്സ് വേണോ ആവാം. അതാണ് ഒന്നാമത്തെ ഫീച്ചർ, നമ്പർ ഓഫ് പേഴ്സൺ. രണ്ടാമത്തെ എഗ്രിമെൻറ്റ്. ഫോർ ദ ഫോർമേഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ആ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺ കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്ത് വേണം? ഒരു എഗ്രിമെൻറ്റ് വേണം. ദ എഗ്രിമെൻറ്റ് മേ ബി എയ്തർ ഓറൽ ഓർ റിട്ടൺ. എഗ്രിമെൻറ്റ് ഓറൽ ആവാം, അതായത് നമ്മൾ വാക്കാൽ പറയുന്നതാവാം, അല്ലെങ്കിൽ എന്താവാം? റിട്ടൺ ആവാം, നമ്മൾ എഴുതുന്ന എഗ്രിമെൻറ്റും ആവാം. അപ്പോൾ എഗ്രിമെൻറ്റ് ഓറലും ആവാം, റിട്ടണും ആവാം. ലീഗലി കോമ്പറ്റൻറ്റ് പേഴ്സൺ എലോൺ ക്യാൻ എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് ഓഫ് എ പാർട്ണർഷിപ്പ്. അപ്പം പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ ലീഗലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആൾ ആയിരിക്കണം. അതായത് മൈനർ, ഇൻസോൾവെൻറ്റ്, ലൂണാറ്റിക് എക്സെട്ര ആർ നോട്ട് എലിജിബിൾ ടു ബിക്കം പാർട്ട്നേഴ്സ്. അതായത് മൈനർ, ഇൻസോൾവെൻറ്റ്, ലൂണാറ്റിക്സ് ഇവർക്കൊന്നും എന്താവാൻ പറ്റില്ല? ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ ആവാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ട്? സിൻസ് ദേ ആർ ലീഗലി ഇൻകോമ്പറ്റൻറ്റ് പേഴ്സൺ. അവർക്ക് ലീഗലി എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ ഫീച്ചറാണ് ബിസിനസ്. പാർട്ണർഷിപ്പ് ക്യാൻ ബി ഫോംഡ് വൺലി ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരി ഓൺ സം ബിസിനസ്. അപ്പോൾ പാർട്ണർഷിപ്പ് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആയിരിക്കണം ഫോം ചെയ്തിരിക്കുന്നത്. ദ ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് ആൾസോ ലാഫുൾ. ആ ബിസിനസ് എങ്ങനെ ഉള്ളതായിരിക്കണം? പ്രോഫിറ്റ് സീക്കിംഗ് ആയിരിക്കണം, അതുപോലെ തന്നെ ലോഫുൾ ആയിരിക്കണം. ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പാർട്ണർഷിപ്പ് ആവരുത്. ഇത്രയാണ് കണ്ടീഷൻ. അടുത്ത ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എഗ്രിമെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് ടു ഷെയർ പ്രോഫിറ്റ്. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. The profit of a partnership business must be shared by all the partners in an agreed ratio. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിലെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? എല്ലാ പാർട്ട്നേഴ്സും അവർ എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു? വീതിച്ച് എടുക്കുന്നു. ഇൻ കേസ് ഓഫ് ലോസ് ഇറ്റ് ഷുഡ് ആൾസോ ബി ഷെയർഡ് ബൈ ദം ഇൻ ദ സെയിം റേഷ്യോ. ഇനി ലോസ് ആണോ ഉണ്ടാവുന്നതെങ്കിലോ അതേ സെയിം റേഷ്യോയിൽ തന്നെ അവരെ എന്ത് ചെയ്യണം? ആ ലോസ് വീതിച്ചെടുക്കണം. ഇൻ ദ അബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി. ഇനി അവിടെ ഒരു എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ഈക്വൽ റേഷ്യോ ആയിരിക്കും. അല്ലാത്ത കേസിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം? പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വേണം. അടുത്തതാണ് മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസി ഈസ് ദ കോർ ഓഫ് പാർട്ണർഷിപ്പ്. എവരി പാർട്ണർ ഓഫ് എ ഫേം ഈസ് ബോത്ത് ആൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. അപ്പം ഏതൊരു പാർട്ണർഷിപ്പ് ഫേമിലെയും ഓരോ പാർട്ണറും ഒരേ സമയം എന്തായിരിക്കും? ഒരു ഏജൻറ്റും ആയിരിക്കും, പ്രിൻസിപ്പളും ആയിരിക്കും. ഹീ ഈസ് ആൻ ഏജൻറ്റ് വെൻ ഹി മേക്ക് അതർ പാർട്ട്നർ ലയബിൾ ഫോർ ഹിസ് ആക്ട്. ഹീ ഈസ് ദ പ്രിൻസിപ്പൽ വെൻ ദ അതർ പാർട്ട്നേഴ്സ് മേക്ക് ഹിം ലയബിൾ ഫോർ ദെയർ ആക്ട്. അതായത് എന്തുകൊണ്ട് ഇവിടെ ഒരു മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു പാർട്ട്ണറുടെ പ്രവൃത്തിക്ക് മറ്റേ പാർട്ട്ണറും എന്താവുന്നു? ലയബിൾ ആവുന്നു. അതുകൊണ്ടാണ് അവിടെ നമ്മൾ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. ദിസ് എക്സ്പ്ലെയിൻ ദ ബേസിക് ഫോർ ക്യാരി ഓൺ പാർട്ണർഷിപ്പ് ബിസിനസ് ബൈ ആൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. അപ്പം നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കിയ സമയത്ത് കണ്ടല്ലേ, പാർട്ണർഷിപ്പ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. ഈ ഒരു ഡെഫിനിഷൻ വന്നത് എന്താണ്? ഈ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ കൺസെപ്റ്റിൽ നിന്നാണ് ആ ഡെഫിനിഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോം ചെയ്ത് ഇരിക്കുന്നത്. അടുത്തതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് ഈസ് ദ എസൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. ഹെൻസ് എവരി പാർട്ണർ ഈസ് മോറലി ആൻഡ് ലീഗലി ബൗണ്ട് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ. അപ്പം ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ ഒരു എസൻസ് ആണ്. പരസ്പരം നല്ല വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ട്ണറും പരസ്പരം എന്തായിരിക്കണം? ലീഗലിയും മോറലിയും സത്യസന്ധരും ഫെയ്ത്ത്ഫുള്ളും ഒക്കെ ആയിരിക്കണം. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അടുത്താണ് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് എ ജനറൽ പാർട്ണർഷിപ്പ് ഫേം ഈസ് അൺലിമിറ്റഡ്. ജനറൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്.
but the liability of partners of a limited liability partnership firm is limited to the extent of contribution made by each partner. പക്ഷേ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ കേസിൽ ഓരോ പാർട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ആ ഒരു ക്യാപിറ്റലിൻ്റെ ലിമിറ്റ് വരെ അവർക്ക് എന്തുള്ളൂ, ലൈബിലിറ്റി ഉള്ളൂ. നോ സെപ്പറേറ്റ് ലീഗൽ അസിസ്റ്റൻസ്, അടുത്ത ഫീച്ചറാണ് നോ സെപ്പറേറ്റ് ലീഗൽ അസിസ്റ്റൻസ്. എ പാർട്ണർഷിപ്പ് ഈസ് നോട്ട് എ ലീഗൽ എൻറ്റിറ്റി. ഒരു പാർട്ണർഷിപ്പ് എന്തല്ല, ഒരു ലീഗൽ എൻറ്റിറ്റി അല്ല. ഇറ്റ് ഡസ് നോട്ട് എൻജോയ് എനി ലീഗൽ സ്റ്റാറ്റസ് അപ്പാർട്ട് ഫ്രം ഇറ്റ് പാർട്ട്നേഴ്സ്. അതായത് ഇപ്പോൾ കമ്പനി പോലെ അവർക്ക് എന്തില്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. അടുത്താണ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. എ പാർട്ണർഷിപ്പ് ഈസ് ബോൺ ഔട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. അപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്ന, പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. ആൻഡ് നോ പാർട്ട്നേഴ്സ് ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഷെയർ ടു ആൻ ഔട്ട്സൈഡർ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ആൾ അതർ പാർട്ട്നർ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ റൈറ്റ്സ് ബാക്കിയുള്ള പാർട്ട്ണറുടെ സമ്മതം ഇല്ലാതെ വേറൊരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കമ്പനിയുടെ കേസിലാണെങ്കിൽ ഒരാളെ കൈവശിച്ചിരിക്കുന്ന ഷെയർ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ പാർട്ണർഷിപ്പിൻ്റെ കേസിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് വേറൊരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയാണ് പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. അടുത്തതാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഔട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്ന, പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. ദ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എഗ്രിമെൻറ്റ് എന്താവും, ഓറൽ എഗ്രിമെൻറ്റും ആവാം, അല്ലെങ്കിൽ എന്താവും, റിട്ടൺ എഗ്രിമെൻറ്റും ആവാം. എന്താ എഗ്രിമെൻറ്റ് ഈസ് ഇൻ റൈറ്റിംഗ്, ഇറ്റ് ഈസ് കാൾഡ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇനി ആ ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ റിട്ടൺ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് പാർട്ണർഷിപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്, പാർട്ണർഷിപ്പ് ഡീഡ്. Thus, partnership deed is a document which contains the important terms and conditions of a partnership as agreed by the partners. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കുന്ന ഡോക്യുമെൻ്റാണ് ഏത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഗവേണിംഗ് ദ ഫേം. ആ ഫേമിനെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതിൽ കാണും, പാർട്ണർഷിപ്പ് ഡീഡിൽ കാണും. Legally, there is no obligation on the part of the partners to have a written agreement. അപ്പോൾ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു written agreement വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. However, it is always prudent and advisable to put the partnership agreement in writing. അപ്പം ശരിക്കും ഏറ്റവും നല്ലത് എന്താണ്, ഒരു written agreement ഉണ്ടാവുന്നതാണ്. കാര്യം എന്താണ്, ഒരു ഡിസ്പ്യൂട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ ലീഗലി വോയിഡ് ആവും. This is mainly because of an oral agreement give room for dispute in the future. അപ്പോൾ ഒരു ഓറൽ എഗ്രിമെൻ്റ് ആണ് ഈ ഫ്യൂച്ചറിൽ അത് തർക്കമുണ്ടാവാനുള്ള സാധ്യതകൾ അവിടെ ഉടലെടുക്കുന്നു. ദ മെയിൻ പർപ്പസ് ഓഫ് എ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അപ്പോൾ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആൻഡ് റൺ ബിസിനസ് സ്മൂത്ത്ലി. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്ത ടു അവോയ്ഡ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് ക്വാറൽസ് ആൻഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ണർഷിപ്പിൻ്റെ ഇടയിലുള്ള തർക്കങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഫ്യൂച്ചറിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടു അവോയ്ഡ് കോൺട്രാഡിക്ഷൻ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടു റിമെയിൻ ദ പാർട്ട്നേഴ്സ് അബൌട്ട് ദി റൈറ്റ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റി. ഓരോ പാർട്ട്നേഴ്സിനും അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ലൈബിലിറ്റി എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുന്നു, റിമെയിൻ ചെയ്യുന്നു, ഓർമ്മിപ്പിക്കുന്നു. അടുത്തതാണ് കണ്ടൻറ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കാണുമെന്നാണ്. ഒന്നാമത്തെ നെയിം ഓഫ് ദി ഫേം. ആ ഫേമിൻ്റെ നെയിം ആയിരിക്കും എന്ത് ചെയ്യുന്ന ആദ്യം പാർട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കുന്ന. അടുത്ത് എന്ത് ചെയ്യുന്നു, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ആൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും അതിൽ കാണും. നാച്ചർ ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസ് ഏത് നാച്ചറിലുള്ള ബിസിനസ്സാണ്. ഡേറ്റ് ഓഫ് കമൻമെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് എന്നാണ് തുടങ്ങിയ ആ ഡേറ്റ് കാണും. ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് എവിടെയാണോ അത് കാണും. ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പ് എത്ര നാൾ നീണ്ടു നിൽക്കും. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണറും എത്ര രൂപ എന്ത് ചെയ്തു, ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു.
എമൗണ്ട് പെർമിറ്റഡ് ടു ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണറിനും ഈ ഫേമിൽ നിന്ന് എത്ര രൂപ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത് ആ റേഷ്യോ കാണും. എമൗണ്ട് ഓഫ് സാലറി ഓർ കമ്മീഷൻ ഇഫ് എനി പേബിൾ ടു പാർട്ണർ. ഇനി ഏതെങ്കിലും പാർട്ണറിന് സാലറിയോ കമ്മീഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്. ഇൻട്രസ്റ്റും ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓഫ് ഡ്രോയിങ്സും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ ദി പാർട്ണർ. ഇനി പാർട്ട്നേഴ്സ് ഫാമിലി ലോൺസോ അഡ്വാൻസസോ നൽകുന്നുണ്ടെങ്കിൽ അതിന് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നു ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യണം കാണിച്ചിരിക്കണം. അലോക്കേഷൻ ഓഫ് വർക്ക് അമൈൻ പാർട്ട്നേഴ്സിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഏതൊക്കെയാണെന്ന് കാണണം. അടുത്ത പ്രൊവിഷൻ റിഗാർഡിംഗ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. പുതിയൊരു പാർട്ണറിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം നമ്മൾ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സിലേക്ക് കടക്കുകയാണ്. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് 2 മെത്തേഡാണ് ഉള്ളത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫാമിലി ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ഏതാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഒന്നാമത്തതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. Under fluctuating capital method, only one account, that is capital account, is maintained for each partner. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടേ കാണുള്ളൂ. ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ. ഓരോ പാർട്ണറിനും എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ദ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ എക്സെട്ര ആർ ആൾ ഡൺ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം നമ്മൾ എവിടെ തന്നെ കാണിക്കുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കാണിക്കുന്നു. ആസ് എ റിസൾട്ട് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ണർ വിൽ ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇൻ ദി കേസ് ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് എ പാർട്ണർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വിൽ ബി ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. അപ്പം എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഒരു അക്കൗണ്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഓരോ വർഷത്തിൻ്റെ എൻഡിലും നമ്മൾ അതിൻ്റെ ആ വർഷത്തെ ബിഗിനുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ചില ചേഞ്ചസ് ഉണ്ടായിരിക്കും. സിൻസ് ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ദി പാർട്ട്നേഴ്സ് കീപ്പ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ഫ്രം ടൈം ടു ടൈം ത്രൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, drawing, interest on capital and drawing, remuneration to partners, etc. This method is known as fluctuating capital method or floating capital method. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എവിടെയാണ് ചെയ്യുന്നത്, ഒരൊറ്റ അക്കൗണ്ട്. ഈ പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഒരൊറ്റ അക്കൗണ്ടിലാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ഇതിലെ ബാലൻസിൽ ചേഞ്ച് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ നിന്ന് വിളിക്കുന്ന ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫാമിലി അല്ലെങ്കിൽ ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 2 മെത്തേഡാണുള്ളത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അതിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ നോക്കിയത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റും, അതായത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി തുടങ്ങി എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഒരൊറ്റ അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ കാണിക്കും, ഡ്രോയിങ്സ് കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കും. ഇനി ക്രെഡിറ്റ് സൈഡിലോ ബാലൻസ് ബ്രോഡ് ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കും, സാലറി കാണിക്കും, കമ്മീഷൻ കാണിക്കും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതായത് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പം കുറച്ചുകൂടി മനസ്സിലാവും. Ajay and Vijay commenced business as partners on 1st January 2016
Ajay contributed rupees 60,000 and Vijay contributed rupees 40,000 as their shares of capital. The partners decided to share profit and loss in the ratio of 3:2. Vijay was entitled to salary of rupees 12,000 per annum. Partners are entitled to interest on their capital at 5% per annum. The drawings of Ajay and Vijay for the year ending 31st December 2016 were 10,000 and 8,000 respectively. The profit of the firm after providing for Vijay's salary and partners' interest on capital was rupees 15,000. Draw up the capital account of partners assuming that capital accounts are maintained according to fluctuating capital method. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? അജയ് ആൻഡ് വിജയ് കമൻസ്ഡ് ബിസിനസ് ആസ് പാർട്ട്നേഴ്സ് ഓൺ 1st January 2016. 1st January 2016 എന്ത് ചെയ്തു? അജയും വിജയും കൂടെ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അജയ് കോൺട്രിബ്യൂട്ടഡ് rupees 60,000 ആൻഡ് വിജയ് rupees 40,000 as their shares of capital. അപ്പോൾ ക്യാപിറ്റലായിട്ട് അജയ് 60,000 രൂപയും വിജയ് 40,000 രൂപയും കൊണ്ടുവന്നു. The partners decide to share profit and loss in the ratio 3:2. അപ്പോൾ പാർട്ട്നേഴ്സ് എന്ത് ചെയ്തു? പ്രോഫിറ്റും ലോസും ഒക്കെ 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. വിജയ് വാസ് എൻറ്റൈറ്റിൽഡ് ടു സാലറി ഓഫ് rupees 12,000 പെർ ആനം. അപ്പോൾ വിജയ്ക്ക് ഓരോ വർഷവും 12,000 രൂപ എന്ത് ചെയ്യണം? സാലറി ആയിട്ട് കൊടുക്കണം. പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ അറ്റ് 5% ആനം. പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? 5% പെർ ആനത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് 5% പെർ ആനത്തിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ദ ഡ്രോയിങ്സ് ഓഫ് അജയ് ആൻഡ് വിജയ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2016 വേർ 10,000 ആൻഡ് 8,000 റെസ്പെക്റ്റീവ്ലി. ആ വർഷം അജയ് 10,000 രൂപയും വിജയ് 8,000 രൂപ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. The profit of the firm after providing for Vijay's salary and partners' interest on capital was rupees 15,000. ഓക്കെ, വിജയ്ക്ക് സാലറി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ വിജയ്ക്ക് സാലറി കൊടുത്തത് പിന്നെ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഏത് മെത്തേഡിൽ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2016 ജാനുവരി 1 അജയും വിജയും കൂടി എന്ത് ചെയ്തു? ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അജയ് എത്ര രൂപ? 60,000 രൂപ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ കാണിക്കും? അവിടെ ജേണൽ എൻട്രിയിൽ നമ്മൾ അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തേക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പം 1/1/2016 ബൈ ക്യാഷ് എന്നും പറഞ്ഞ് അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എത്ര രൂപ കാണിക്കും? 60,000 രൂപ കാണിക്കും. അടുത്ത് അവിടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 3:2. അത് കഴിഞ്ഞ് വിജയുടെ സാലറി 12,000 രൂപ. അപ്പോൾ അത് നമ്മൾ ഈ അക്കൗണ്ടിൽ കാണിക്കില്ല, അത് വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? പാർട്ട്നേഴ്സിന് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം അല്ലേ? അപ്പോൾ അതെവിടെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. എത്ര രൂപയാണ് വരുന്നത്? 60,000 രൂപയാണ് അജയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന അതിൻ്റെ 5%. 60,000ത്തിൻ്റെ 5% എത്രയാണ്? 3,000 രൂപ നമ്മളെവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ 31st December 2016 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എത്ര രൂപ? 3,000 രൂപ. അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സിൽ അജയുടെ ഡ്രോയിങ്സ് എത്രയാണ്? 10,000 രൂപ. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ എവിടെയാണ് കാണിക്കുന്ന? ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന? ഡ്രോയിങ്സ് കാണിക്കുന്ന. എത്ര രൂപയാണ്? 10,000 രൂപ. അപ്പം 31/12/2016 ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് എത്ര രൂപ കാണിക്കും? 10,000 രൂപ കാണിക്കും. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 15,000 രൂപ. അപ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്?
ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കും. എമൗണ്ട് 9,000 രൂപ. ഇനി ആ 9,000 രൂപ എങ്ങനെ കിട്ടി? നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 15,000 രൂപ. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2 ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:2. അപ്പോൾ 3 + 2 എത്രയാണ്? 5. റേഷ്യോയുടെ ടോട്ടൽ എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 15,000 രൂപയിൽ അജയുടെ റേഷ്യോ എത്രയാണ്? അതായത് അജയ്ക്ക് എത്ര രൂപ കിട്ടും? 15,000 × 3/5 എത്ര? 9,000 രൂപ ആർക്ക് കിട്ടും? അജയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റേഷ്യോയുടെ ടോട്ടൽ 5 ആണ്, അജയുടേത് 3 ആണ്. അപ്പോൾ 15,000 × 3/5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9,000 രൂപ ആർക്ക് കിട്ടും? അജയ്ക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, എന്നിട്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് എത്ര രൂപ കിട്ടുന്നു? 62,000 രൂപ കിട്ടുന്നു. ഇങ്ങനെയാണ് അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ആരെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്? വിജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് അല്ലേ? അപ്പോൾ വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യത്തെ എൻട്രി എന്താണ്? വിജയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്ര രൂപ ക്യാപിറ്റലായിട്ട് വിജയ് കൊണ്ടുവന്നു? 40,000 രൂപ. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 40,000 രൂപ കാണിക്കും. അടുത്ത് വിജയ്ക്ക് സാലറി കൊടുക്കുന്നുണ്ടല്ലേ, അതിൻ്റെ എൻട്രിയാണ് പറയുന്നത്. എത്ര രൂപ? 12,000 രൂപ. അപ്പോൾ അത് നമ്മളെവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. 31/12/2016 ബൈ സാലറി എന്ന് പറഞ്ഞ് 12,000 രൂപ കാണിക്കും. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% അല്ലേ? 40,000ൻ്റെ 5% എത്ര രൂപയാണ്? 2,000. 40,000ൻ്റെ 5% 2,000 നമ്മളെവിടെ കാണിക്കുന്നു? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോയിങ്സ് അല്ലേ? വിജയുടെ ഡ്രോയിങ്സ് എത്രയാണ്? 8,000 രൂപ. അപ്പോൾ ഡ്രോയിങ്സ് നമ്മളെവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് 8,000 രൂപ കാണിക്കും. 31/12/2016 ബൈ ഡ്രോയിങ്സ് 8,000 രൂപ. അടുത്തിനി എന്താണുള്ള? പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് 15,000 രൂപയാണ് മൊത്തം നെറ്റ് പ്രോഫിറ്റ്. അതിൽ 2 പാർട്ട് ആർക്ക് കിട്ടും? വിജയ്ക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 15,000 × 2/5 റേഷ്യോ ടോട്ടലാണ് 5 കേട്ടോ. അപ്പം 15,000 × 2/5 എത്ര രൂപ? 6,000 രൂപ ആർക്ക് കിട്ടും? വിജയ്ക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പോലെ തന്നെ ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ എടുക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് എടുക്കുന്നു. ബാലൻസ് ക്യാരി ഡൗൺ എത്ര കിട്ടും? 52,000 രൂപ കിട്ടും. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. Enjoyed this session? Then grab the entire course through Near app. Download Near app now and check the link in the description below.